ചെന്നിരിക്കും. ഒരു അടിമാംസത്തിന് അടിമയായിരിക്കുന്നവർക്ക് ഒട്ടും പരിഭവമില്ല യോഷാബ്. നീ ഇസ്രായേലിനെ ഫിലിസ്തീനിയുടെ അടിമകളാക്കി മാറ്റണം. ഇസ്രായേലിന് സിംഹാസനത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെടണം. വിശ്വാസം നഷ്ടപ്പെട്ട ജനത ഭ്രാന്തമായാലേ അവസാനം അവർ ഈ പൊടി മണ്ണിൽ അലിഞ്ഞു ചേരും. നമ്മളിപ്പോൾ അടിമകളല്ല, നമുക്ക് സ്വന്തമായ ദേശമുണ്ട്, ഒരു സിംഹാസനവും. യഹോവയുടെ പ്രവാചകൻ സാമുവേൽ, ഇസ്രായേലിന്റെ രാജാവ് ശൗൽ. പക്ഷേ ഒന്ന് മാത്രം നമ്മുടെ കൈവശമില്ല. അതെന്താ ഇസ്രായേൽമാരായിട്ടില്ലാത്തത്? യഹോവ ഇസ്രായേൽ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി മോശയ്ക്ക് നൽകിയ പേടകം, വാഗ്ദാന പേടകം, അതെവിടെ പോയി? ഫിലിസ്ത്യർ അത് നമ്മിൽ നിന്ന് അപഹരിച്ചു. ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി ഞാൻ അത് തിരികെ കൊണ്ടുവരും. ഇത് ഞാൻ മുത്തശ്ശിക്ക് നൽകുന്ന വാക്കാണ്. ഞാൻ യോശാവ് ഇസ്രായേലിനെ ചാരമാക്കാൻ വിധിക്കപ്പെട്ടു. ഇസ്രായേലിന്റെ ജരാനരകൾ വരെ ഞാൻ ചാരമാക്കി പറ്റും.
ഒരു സുഹൃത്ത് നീ കൂടെ കാണും. എന്താണിത്? യോശാ, നിങ്ങൾ ശൗൽ കീഴടക്കിയ അമോദിയരാണ്. എങ്ങനെയാണ് കീഴടക്കിയതെന്ന് അറിയോ? അമോദേരുടെ സൈന്യം മുറവിളിച്ചുകൊണ്ട് കുതിച്ചു. ഇസ്രായേൽ സൈന്യം പിന്നിലേക്ക് തിരിയുന്നു. എന്തിനാണെന്ന് അറിയാമോ? പേടിച്ചിട്ടായിരിക്കും. അല്ല, മലമുകളിൽ പതിയിരുന്ന പോരാളികൾക്ക് ലക്ഷ്യം കാണാൻ അവർ കൃത്യസ്ഥലത്ത് എത്തിയതും പോരാളികൾ കുന്തം കൊണ്ടെല്ലാവരെയും കൊന്നു വീഴ്ത്തി. ഇസ്രായേൽ നഗരി ഞാനത് സ്ഥാപിക്കും. ഇതെന്റെ സ്വപ്നമായിരുന്നു. വാനോളമേരമുള്ള അങ്ങയുടെ മാർബിൾ ശില. സമയമായിട്ടില്ല പ്രിയപ്പെട്ടവളെ. ഫിലിസ്തീൻ മുഴുവൻ കിടക്കി ഫിലിസ്തീൻ നഗരം ഞാൻ പണിയും. നിന്റെ ആ സ്വപ്നശില. എങ്കിൽ അങ്ങയുടെ ചരിത്രവും ഇതിനു ശേഷം മതിയെന്നാണ്. ഇസ്രായേലിന്റെ പുതുജീവനേക്ക് വിനമായനിയ ചരിത്രം വെട്ടിരുമ്പിനേക്കാൾ ആഴത്തിൽ ഇസ്രായേലിന്റെ മനസ്സിൽ പതിയുമാർ ഒരു പുനർചരിത്ര ഗ്രന്ഥം നീ രചിക്കണം ആരേസ്. എല്ലാ പാപങ്ങളും ഇതുപോലെ കഴുകിക്കളയാൻ സാധിക്കില്ല ഷൗൽ. ഇസ്രായേൽ ജനത രാജാവിനെ നിലവിളിച്ചത് നിന്നെ പോലൊരു നീചന് വേണ്ടി ആയിരുന്നില്ല. ഫിലിസ്തീൻ നമ്മുടെ കൊടിയ ശത്രുക്കളാണ്. അവരെ ഒതുക്കുന്നതിൽ തെറ്റെന്താണ്? ഇസ്രായേൽ ഇന്ന് വിധവകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അരവയറുമായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ ഇന്ന് മുഴുവൻ പട്ടിണിയിലാണ്. ജരാനര പൂണ്ട മാതാപിതാക്കൾ പിടിച്ച മൃഗത്തെ പോലെയുള്ള നിന്റെ യുദ്ധമായിട്ട് അവസാനിക്കുക ഷൗൽ. യഹോവയുടെ ശാപം നിന്റെ ശിരസ്സുകൾക്ക് താങ്ങാൻ സാധിക്കില്ല. പ്രഭു, ദാവീദ് വന്നിട്ടുണ്ട്.
മനസ്സിലാക്കാൻ സാധിക്കാത്തത്? പ്രധാന സൈനികന്റെ വീഴ്ചയെ ആൾക്കാർ വ്യാഖ്യാനിക്കില്ലേ പ്രഭു? സൈന്യത്തെക്കാൾ പ്രധാനം ഇസ്രായേലിന്റെ സുരക്ഷയാണ്. അല്പം നല്ല മടികളായിരുന്ന നിങ്ങൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ഒന്നുമില്ലെങ്കിലും ഈ വാളിനാൽ ഇസ്രായേൽ ജനങ്ങളുടെ എനിക്ക് ഒരുപാട് കിട്ടിയിരുന്നെങ്കിൽ ഞാനും പോയി 5-6 ഫിലിസ്തീനയുടെ കാല. നാവ് കൊണ്ട് ചൂതാടാൻ കഴിയുന്ന നിനക്കെന്നിൽ മറ്റൊരു വാൾ. പ്രഭു, അങ്ങ് യുദ്ധതന്ത്രജ്ഞനെ അന്വേഷിക്കുന്നു. It's 11:00. ഞാൻ ആർക്ക് കൊടുക്കാൻ? ഫിലിസ്തീനയുടെ ആദ്യമായ ശത്രുക്കളാണ്. അവിടുത്തെ ഒരു മഴത്തുരി പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ഇസ്രായേലിൽ ഒരു സന്തോഷകരമായ വാർത്തയുണ്ട്. ഇന്നെന്റെ കൂട്ടുകാരിയായ ബത്ശേബയുടെ വിവാഹമാണ്. സൈനയിലെ യൂരിയാണ് വരൻ. വിവാഹം കൊട്ടാരത്തിൽ വെച്ച് നടത്തണമെന്നായിരുന്നു ആഗ്രഹം. സാരമില്ല, കൊട്ടാരപാലകനായ അങ്ങിവിടെ ഉണ്ടല്ലോ. ആത്മകൾക്ക് എന്തും ആഗ്രഹിക്കാം, പക്ഷേ നടക്കണമെന്നില്ലല്ലോ. ഇതിങ്ങനെ ഉരസിയാൽ മാത്രം പോരാ, എല്ലാരും പറയണം. ഷോ നിലക്കായി മടങ്ങി വരില്ല. ഒന്നുകിൽ ഫിലിസ്തീനെ നിന്റെ തല ചാക്കു കെട്ടുകളിലൊന്നിൽ അവശേഷിക്കും, ഇല്ലെങ്കിൽ വിവാഹ വിരുദ്ധം കഴിഞ്ഞ് സ്വന്തം തലയുമായി തന്നെ കൊട്ടാരത്തിലേക്ക് മടങ്ങാം. കേവലം ഒരു അടിമ വംശനായ നീ പറയുന്നതോ കൊട്ടാരപരകനായ ഞാൻ പറയുന്നതോ ഷൗലിനേറെ പ്രിയം? ഞങ്ങൾ പറഞ്ഞാൽ ഫിലിസ്തീർക്ക് രഹസ്യം ചോർത്തി കൊടുക്കുന്നത് ഷൗലിന്റെ പ്രധാന പ്രവാചകനെന്ന് ഞാൻ പറഞ്ഞാൽ ഇസ്രായേൽ നഗരിയിൽ പ്രതിഷ്ഠിക്കും. കാഴ്ചക്കാരേറെ ഉണ്ടാകും, ഇവിടെ ഞങ്ങളും കാണും. അങ്ങനെയെങ്കിൽ പറയോ സ്വർണ്ണത്തളികയോ വിവാഹ വിരുന്നോ? എവിടെ ദമ്പതികൾ? യൂരിയ, നീ ബത്ശേമയെ ഒരു ഭർത്താവായി സ്വീകരിക്കുന്നുവോ? ബത്ശേമ, നീ യൂരിയെ ഒരു ഭാര്യയായി സ്വീകരിക്കുന്നുവോ? ഫിലിസ്തീനിലൊക്കെ എങ്ങനെയാണ് കല്യാണം? ഒരു സൈന്യം മുഴുവൻ പടക്കായി പുറപ്പെടുമ്പോൾ നീ ഇവിടെ ഇല്ല പ്രഭു, എന്റെ വിവാഹമാണ്. നിനക്കൊരു പരികൽപ്പിക്കുന്ന ചെന്നായുടെ മുഖഭാവമാണ് യൂരിയ. അങ്ങനെയെങ്കിൽ യുദ്ധകാലത്തിന് പിന്നിൽ ഒരു വീരുവിനെ പോലെ യുദ്ധം നിയന്ത്രിക്കുന്ന അങ്ങയ്ക്കോ, പോരാട്ടത്തിന് നടുവിൽ സ്വന്തം ജീവനായി പോരാടുന്ന യൂരിയയ്ക്കോ പരികൽപ്പിക്കാനാവാത്ത ചെന്നായുടെ ഭാവം? നാവ് കൊണ്ട് യുദ്ധം ചെയ്യാൻ കഴിയില്ല ബത്ശേബ. ഇസ്രായേൽ വേണ്ടി തേടി വരുന്ന ഫിലിസ്തീനെ തടയാൻ
അടിയുറപ്പുള്ള ഒരു പിൻപട വേണം. അങ്ങനെയെങ്കിൽ സ്വന്തം സൈന്യത്തെ ബലിമൃഗത്തെ പോലെക്കുന്ന ഇസ്രായേലും ഫിലിസ്തീനും തമ്മിൽ വ്യത്യാസം എന്താണ്? ഫിലിസ്തീർക്ക് ഇത് കേവലം ഒരു കീഴടക്കൽ യുദ്ധമാണ്. ഞങ്ങൾക്കിത് നിലനിൽപ്പിന്റെയും. യുദ്ധത്തിന്റെ അവസാനം കണ്ണീര് വറ്റാതെ വാടിപ്പോയ ഒരു പിടി മനുഷ്യക്കോലങ്ങളാണ് പ്രഭു. യൂരിയെ ഒരു ബലിമൃഗത്തെ പോലെ സൈന്യത്തിലേക്ക് അയക്കാൻ ഞാൻ ഒരുക്കമല്ല. പ്രിയപ്പെട്ടവളെ, നിന്നെ പോലെ പ്രിയപ്പെട്ടാണ് എനിക്ക് എന്റെ സൈന്യം. എനിക്ക് പോണം. അങ്ങനെയെങ്കിൽ യുദ്ധത്തിന്റെ അവസാനം ഒരു സുന്ദരമായ ഒരു ഭവനം പോലും അവർക്ക് നിഷിക്തമാണോ? സുന്ദരമായ ഒരു ഭവനമാണ് ആദ്യം വേണ്ടത്. സ്വന്തമായ നിലമാണ്. പക്ഷേ ഇത് അതിനുള്ള പോരാട്ടമാണ്. പേടിക്കണ്ട, ഞാൻ തിരികെ വരും. പക്ഷേ ഒരു കാര്യം, നീ അവരെ ഒറ്റയ്ക്ക് വധിക്കണം. ഇസ്രായേൽ സൈന്യം പിന്നിലുണ്ടാകണം. സൈന്യം പോലും കൂടിയില്ലെങ്കിൽ നിനക്ക് അവന് യാതൊന്നും ചെയ്യാൻ സാധിക്കില്ല ദാവീദ്. മുന്നിൽ ഞാനുണ്ടെന്നുള്ള കാര്യത്തിൽ വടക്കൊപ്പം ചേർന്നുകൊള്ളൂ ചേഷ്ട. ഗോലിയാത്തിന്റെ തമ്പര ശിരസ് അങ്ങേക്ക് ഞാൻ ഇന്ന് കാണിക്കായി തരും. ഇസ്രായേൽ തയ്യാറായിക്കൊള്ളൂ. David!
ഗോലിയാത്തിനെ പോലെ മഹാനായ വീരനെ വധിച്ച ഒരാൾ ഈ രാജ്യത്തിന്റെ രാജാവ് എന്ന് പറയുന്നത് ഞാൻ അഭിമാനിക്കുന്നു പ്രഭു. അതിന് ഗോലിയാത്തിനെ വെച്ചത് ദാവീദല്ലേ? ശരിയാണ് യോശുവ. ഗോലിയാത്തിനെ വെച്ചത് ദാവീദാണ്. യുദ്ധതന്ത്രങ്ങൾ അറിയുന്ന മഹാരാജാവിന്റെ പുതിയ തന്ത്രമായ അവരെ വ്യാഖ്യാനിച്ചു വരട്ടെ. ഗോലിയാത്തിനെ കണ്ട് പടപടം പിടിതിരിഞ്ഞു പോയെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. യോശുവ, നാവുകൊണ്ട് ചൂതാടം ചെയ്യാൻ ചൂതാടക്കളയിലുള്ളത് ഇസ്രായേലിന്റെ പരിശുദ്ധമായ കൊട്ടാര സദസ്സാണ്. പ്രഭു, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങേക്ക് കിട്ടേണ്ട മുഴുവൻ കീർത്തിയും വെറും ഒരു ആട്ടുടനെ പാലിന് അപഹരിക്കുന്നതിനെ കുറിച്ച്. ഇതുപോലൊരു വെള്ളിത്തളികയിൽ അവന്റെ തലയിൽ വെട്ടിവെച്ചാൽ ഇസ്രായേൽ അവരെ പറക്കും. പിന്നെ ഈ തല അത് അങ്ങയുടെ കിരീടത്തിൽ ഒരു പൊന്തൂലായി ശേഷിക്കും. ദാവീദ് തികഞ്ഞ പോരാളിയാണ്. നിന്റെ പണിപ്പുരയിൽ ദാവീദിനെ ഒരു ശില ഉടലെടുക്കുന്നില്ലേ? അത് ഇസ്രായേലിന്റെ ഒരു കാവ്യമായിട്ട് കാണുന്നു. നിന്റെ ചെറുത്താളുകളിൽ ദാവീദിനുമായി ഒരു ഇടമുണ്ടാകില്ലേ? പ്രഭു, അത് എല്ലായ്പ്പോഴും ചെയ്തതുപോലെ ചരിത്രം സൂക്ഷിക്കുന്നുവെന്ന് മാത്രം. ഈ ചരിത്രമാണ് പ്രഭു പ്രശ്നം. ഇന്നവൻ ഇസ്രായേലിന്റെ മനസ്സിൽ കുടിയേറി കഴിഞ്ഞു. ഇനി അവന് ഭരിക്കാൻ ഒരു സിംഹാസനം മാത്രം മതി. 4 വജ്രക്കാലുകളുള്ള അങ്ങയുടെ ഈ സിംഹാസനം. തികഞ്ഞൊരു പോരാളി. പ്രധാന സൈനികർക്കൊന്നും സാധിക്കാത്തൊരു കാര്യമല്ലേ നീ ചെയ്തിരിക്കുന്നത്? ഇത് കൂടെ എടുത്തുകൊണ്ട് പോവുക. അല്ല, അതും ഇത് ദാവീദ് എന്താ ചെയ്യണമെന്നാണ്. ഇല്ല പ്രഭു, ഇന്നാണ് ഞാൻ വളരെയേറെ സന്തോഷത്തോടെ കിന്നരം കേൾക്കുന്നത്. മനസ്സെന്നതിലേക്ക് സംഗീതം നന്നാവില്ല. അങ്ങനെയൊക്കെ പറ, ഇസ്രായേലിന്റെ വജ്രസിംഹാസനം നീ രാഖിനാക്കൾ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ദാവീദ്? യഹോവയുടെ പേടമില്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല പ്രഭു. അത് ഞാൻ എന്റെ മുത്തശ്ശി കൊടുത്ത വാക്കാണ്. ഫിലിസ്തീന്റെ കയ്യിൽ നിന്നും ഞാൻ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് സൈന്യം വേണ്ടേ? എങ്കിൽ ഞാൻ തരുന്നു ഇസ്രായേലിലെ എന്റെ സൈന്യം. ഗോലിയാത്തിനെ വധിച്ചതിന് സമ്മാനമായി എന്റെ മകൾ മികളിനെ. എന്റെ ജീവിതത്തിലെ കടുത്ത ഏകാന്തകളെ തടുപ്പിക്കുന്ന കുളിർനദി പോലെ ആസ്വാദ്യം. ഞാൻ ഈ കൊട്ടാരമതിലിനുള്ളിൽ ഏകാന്ത അടിമയാണ് ദാവീദ്. എനിക്കിവിടെ ആകെ കൂട്ടായിട്ടുള്ളത് ഒഴുകിത്തുന്ന നിന്റെ ഈ സംഗീതം മാത്രമാണ്. ഉറവ പറ്റാത്തൊരു പുഴ പോലെ അത് കേട്ടിരിക്കാൻ ഞാൻ എത്ര ആഗ്രഹിച്ചു എന്നറിയോ? ഈ കിന്നരം പോലെ തന്നെ നീയും എനിക്കെന്നും പ്രിയപ്പെട്ടു. Thank you.
യുദ്ധത്തിനാണ് പോകുന്നത്. അവിടെ എതിരാളികൾക്ക് കൊടുക്കുന്ന സമ്പ്രദായമൊന്നുമില്ല. ഇവിടെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് പോവാമല്ലോ. ഏൽപ്പിച്ചിരിക്കുകയല്ലേ? എന്താ? അല്ല, ആ പൂ നീ തന്നെ വെച്ചോ. ഒരു പൂ എനിക്ക് തരാമോ? ആഹാ, ഇത് ആർക്ക് കൊടുക്കാനാണ് പ്രഭു? എന്താ, ആരോടെങ്കിലും അനുരാഗം തോന്നി തുടങ്ങിയോ? പടുവൃതന്മാരെ വിശ്വസിക്കാൻ കൊള്ളാത്ത കാലമാണ്. വിശേഷമൊന്നും ആയില്ലായിരിക്കും. അവരുടെ വിവാഹം കഴിച്ചിട്ട് 1 മാസമായതേ ഉള്ളൂ. സാവധാനമായാലും മതി. കഴിക്കുന്നത് സാവധാനമായാലും മതി. തികഞ്ഞൊരു പോരാളി. ഇതുപോലൊരു തല കിട്ടുവാണേ കൊണ്ടുവരണേ. സൂപ്പ് വെച്ച് കുടിക്കാം, നന്നായിരിക്കും. ഒരു തല ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ട്. ദാവീദ്, ഈ പൂ ഞാൻ അങ്ങേക്കായി കൊണ്ടുവന്നതാണ്. ഇന്ന് ബലിക്കായി മറ്റാട്ടിനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. വേണമെങ്കിൽ 2 ആട്ടുകുഞ്ഞുങ്ങളെ ഞാൻ തരാം. വേണ്ട, ഒരു കഴുതയെ കണ്ടുവച്ചിട്ടുണ്ട്. എനിക്കുള്ള പ്രായമായിട്ടില്ല. ഈ ദിനം ഫിലിസ്തീൻ ചരിത്രകാരന്മാർ ചാരം കൊണ്ട് കുറിക്കട്ടെ. ഫിലിസ്തീനിന് ചാരമല്ലാത്ത മറ്റൊന്നും അവശേഷിക്കുകയില്ല. യഹോവയുടെ സന്നിധിയിൽ നിനക്ക് മാപ്പുണ്ടാകണ്ടേ ശൗൽ? യാതൊരു പ്രകോപനവുമില്ലാതെ തുടരെ ഫിലിസ്തീനെ ആക്രമിക്കുന്നത് എന്തിനു? അരവയറുമായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ എന്റെ ഒപ്പം വരാം. അവർക്ക് കെട്ടുറപ്പുള്ള സാമ്രാജ്യം ഞാൻ പണിയും. ദാവീദ് എന്ന വേട്ടമൃഗം ശൗലിനെ പിന്നിൽ നിന്നു കുത്തിക്കൊന്നു. ഇവരെല്ലാം നന്നായി പോരാടി. പക്ഷേ ദാവീദ് നമ്മെ ചതിക്കുകയായിരുന്നു. ഇടയില്ലാത്ത ആട്ടിൻമറ്റങ്ങളെ പോലെ ഇസ്രായേൽ ജനത ഇനി അലയും. ഞങ്ങൾ ഇനി ഫിലിസ്തീയർക്ക് അടിമകളായി തീരും. ഇല്ല, നാഥനില്ലാത്ത ഇസ്രായേലിയർക്ക് ശൗലിനേക്കാൾ നല്ലൊരു രാജാവിനെ യഹോവ കണ്ടുവച്ചിട്ടുണ്ട്. ശൗലിനേക്കാൾ നല്ലൊരു നേതാവോ? അങ്ങനെ ഒരാൾ ഇസ്രായേലിൽ ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. ഇഷയുടെ പുത്രൻ ദാവീദ്, ഗോലിയാത്ത് എന്ന മല്ലനെ നിഷ്പ്രഭനാക്കിയവൻ. അവൻ ഇനി ഇസ്രായേൽ ഭരിക്കും. ഇവൻ ശൗലിന്റെ കാലികനാണ്. വെറുതെ നാവ് കൊണ്ട് വക്രബുദ്ധി മെനയേണ്ട. ശൗൽ കൊല്ലപ്പെട്ടത് സ്വന്തം വാളിനാലാണ്. അതല്ല, കണ്ടവരുണ്ട്.
ഞാൻ കാക്കും. അവരുടെ മേൽ ശത്രുരാജ്യത്തിന്റെ ഒരു നിഴൽ പതിയാൻ പോലും ഞാൻ അനുവദിക്കില്ല. പതിഞ്ഞാൽ അവരെയും അവരുടെ 7 തലമുറയെയും ഞാൻ പ്രഹരമേൽപ്പിക്കും. ഇത് ഞാൻ യഹോവയ്ക്കും ഇസ്രായേൽ ജനത്തിനും കൊടുക്കുന്ന വാക്കാണ്. സൈനികരെ, പല ദേശത്തു നിന്നായി കൊണ്ടുവന്ന സമ്പത്തിന്റെ ഒരു വിഹിതം ഇസ്രായേൽ ജനങ്ങൾക്കായി വീതിച്ചു കൊടുക്കണം. മാർട്ടിനസ്, അങ്ങാണല്ലോ പ്രധാന ശില്പി. അങ്ങനെക്കായി ഇസ്രായേൽ നഗരിൽ യഹോവയുടെ പേടകം സ്ഥാപിക്കാൻ ഒരു ഗോപുരം പണിഞ്ഞു തരണം. ഫിലിസ്ത്യൻ വൻസൈന്യം തന്നെ പേടകത്തിന് കാവലായുണ്ട്. അവിടെ പോയി അത് കൊണ്ടുവരിക. മാർട്ടിനസ്, ഗോപുരത്തിന്റെ പണി തുടങ്ങിക്കൊള്ളൂ. ഗോപുരത്തിന്റെ പണി കഴിഞ്ഞാൽ ഉടൻ തന്നെ അങ്ങനെക്കായി ഇന്നവരെ ആരും സ്വപ്നത്തിൽ പോലും കണ്ടില്ലാത്ത തരത്തിലുള്ള ഒരു ദേവാലയത്തിന്റെ മാതൃക പണിഞ്ഞു തരണം. പ്രിയപ്പെട്ടവളെ, ഇത് കേവലം ഒരു യുദ്ധമല്ല, ഇതൊരു നിറവേറ്റലാണ്. ഞാൻ എൻ്റെ മുത്തശ്ശിയും ഇസ്രായേൽ ജനത്തിനും കൊടുത്ത വാക്കിന്റെ നിറവേറ്റൽ. യഹോവയുടെ പേടകം അത് ഇസ്രായേൽ ജനത്തിൻ്റെതാണ്. അത് ഞാനിവിടെ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ നിറവേറ്റന്റെ അവസാനം അനന്തമായ ആയിരക്കണക്കിന് സ്ത്രീകളാണ്. കണ്ണീരണിയത്ത രാത്രികാലം അവർക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ പ്രഭു? മിഖൾ, ഒരു സൈന്യത്തിന്റെ കെട്ടുറപ്പ് നിലകൊള്ളുന്നത് എവിടെയാണെന്നറിയോ? അത് പരസ്പര വിശ്വാസത്തിലാണ്. ഞാൻ അവരെ വിശ്വസിക്കുന്നത് പോലെ അവരെന്നെയും വിശ്വസിക്കുന്നു. നീ ഒരു ഇസ്രായേൽ പടകളുടെ മാംസം ഫിലിസ്തീൻ കഴുകന്മാർ ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്റേതായിരിക്കും. പേടിക്കണ്ട, മുഴുവൻ സൈന്യവും മടങ്ങി വരും. ഇവിടെ യഹോവയുടെ പേടകം.
മാർബിളുകൾക്ക് വേണ്ടത്ര തിളക്കമില്ല. ഞാനൊരു കൊട്ടാരപാലകനാണ്, എന്നോട് വിട്ടിത്തം വേണ്ട. പിന്നെന്താ ഈ പ്രധാന കൊട്ടാരപാലകൻ പേടകം തിരിച്ചെടുക്കാൻ പോകാത്തത്? അതെന്റെ പുതിയ രാജതന്ത്രമാണ്. അതോ പോയിട്ടും പ്രത്യേകിച്ച് കാര്യമില്ലാത്തതുണ്ടോ? ഇതാ യഹോവയുടെ പേടകം. കരാളകാലങ്ങൾ കഴിവേറിയതിന്റെ അസ്തമിക്കാത്ത പ്രതീകമായി ഇതെന്റെ നഗരിയിൽ തലയെടുപ്പോടുകൂടി തന്നെ നിലകൊള്ളും. മിഖൾ, ഇന്നത്തെ ദിനത്തെ ഓർത്ത് ഫിലിസ്തീൻ കൈകന്മാർ വിലപിക്കട്ടെ. യാതൊരു സൈനികനെ പോലും നഷ്ടമാവാതെ ഞാൻ എന്റെ മുത്തശ്ശി കൊടുത്ത വാക്കിതാ പാലിച്ചിരിക്കുന്നു. മണൽക്കാറ്റ് പോലും ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യം വിളിച്ചോതുന്ന യഹോവയുടെ കാനാൻ ദേശം. ഈ പൂ ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്നതാണ്. എലിസബത്ത്, ഈ പൂ നീ എനിക്ക് യഹോവയുടെ സന്നിധിയിൽ സമർപ്പിക്കണം. എത്രയോ യുദ്ധങ്ങൾ വിജയിച്ച ഇസ്രായേൽ സൈന്യം കൂടെയുള്ളപ്പോ നീ ഭയപ്പെടുന്നത് എന്തിന്? എലിസബത്ത്, ഇതെന്റെ സമ്പാദ്യമാണ്. ഇത് ഞാൻ മടങ്ങി വന്നതിന് ശേഷം നമ്മുടെ വിവാഹത്തിന് വേണ്ടിയുള്ളതായിരിക്കും. എലിസബത്ത്, 2 ശേക്കൽ എനിക്ക് കടമായി തരാമോ? എന്തിനാണ് യോശാബ്? ചരിത്രമോ? ഇസ്രായേലിന്റെ ചരിത്രമാണോ? ഇസ്രായേലിന്റെ ചരിത്രത്തെ കുറിക്കുന്ന ഒരു കയ്യെഴുത്ത് പ്രതി. അതിന് എഴുതാനൊക്കെ അറിയാമോ? ഞാൻ വീണ്ടും പറയുന്നു, ഞാനൊരു കൊട്ടാരപാലകനാണ്. അതിന് ഒരു കൊട്ടാരപാലകൻ. എലിസബത്ത്, 2 ശേക്കൽ വേണമെങ്കിൽ ഞാൻ തരാം. വേണ്ട എലിസബത്ത്. ചരിത്ര പുസ്തകത്തിൽ അടിമകൾക്കിടമില്ലല്ലോ. അതിന് നീ വെറും അടിമയല്ലോ, ഇസ്രായേൽ സൈന്യത്തിൽ ഉന്നം പിഴയ്ക്കാത്ത ശോഭിന്റെ പ്രിയ പ്രണയിനിയല്ലേ. അങ്ങനെയെങ്കിൽ ഞാനോ? അടിമ. അടിമകളുടെ പൗരത്തിലാ ജനിച്ച മാൻകിടാവല്ലയോ. പലിശ തന്നാൽ മതി. അറിഞ്ഞില്ലേ പോകുന്നു? ആണോ യേശാ? അതെ ഭിക്ഷമ. ഇസ്രായേൽ ദാവീദ് ഒരു വൻമരം പോലെ പടർന്നതിന്റെ കഥ ഞാനൊരു ചരിത്രമായി രചിക്കുന്നു. വളരെ കാവ്യാത്മകമാണല്ലോ. നീയുമുണ്ടാവും. രാജാക്കന്മാർ പോലും ഭയക്കുന്ന സൈനികർക്കെതിരെ ഉയർന്ന ആദ്യത്തെ പെൺശബ്ദം ആയി നീയുമുണ്ടാവും ഭിക്ഷമ. വേറെ ആരൊക്കെ കാണും? ഇസ്രായേൽ സൈന്യത്തെ കോട്ട കെട്ടി കാക്കുന്ന
ഇസ്രായേൽ, ഇതാ നിങ്ങൾ രചിച്ച ചരിത്രം. മാൾഡ്രസ്, മാൾഡ്രസ്, നമ്മൾ യുദ്ധം വിജയിച്ചു. യോശാബ്, നമ്മൾ യുദ്ധം വിജയിച്ചു. ഷോ, എന്തൊരു കഷ്ടമാണിത്. ഇസ്രായേലിന്റെ ചരിത്രം എഴുതുമ്പോഴും അർപ്പിക്കുന്ന പ്രധാന ചരിത്രകാരൻ തന്നെ. പ്രഭു, നമ്മൾ യുദ്ധം വിജയിച്ചു. ആഹാ, എന്നിട്ടത്തെ ഈ സന്തോഷ വാർത്ത നീ എന്നോട് മാത്രം പറഞ്ഞില്ല ഹാരിസ്. പ്രഭു, ദേവാലയത്തിന്റെ രൂപരേഖ തയ്യാറായി. ഇനി പണി കഴിയേണ്ട ദിവസം മാത്രമേ ഉള്ളൂ. ഞാൻ പോയി ദേവാലയം പണിയാനുള്ള സ്ഥലം കണ്ടെത്തിയിട്ട് വരാം. പ്രഭു, ഞാൻ പോയി സൈനികരെ എതിരേൽക്കാം. പ്രഭു, അങ്ങെന്താണ് ഇത്ര അസ്വസ്ഥരായി നിൽക്കുന്നത്? യോശാബ്, കുറച്ച് നാളുകളായി എന്റെ മനസ്സിലൊരു പെൺരൂപം കടന്നിരിക്കുന്നു. ആഹാ, ഞാൻ സ്വർണ്ണത്തളികയിൽ സൂക്ഷിക്കേണ്ട പെൺരൂപം ആരാണ് പ്രഭു? നീ കാണുന്നില്ലേ ഇസ്രായേൽ നഗരിയിൽ ഏകാഗിയായി ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയെ? അവളാണ്. ഇത് ഭാഗ്യക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധപചാരന്റെ ചരിത്രത്താളുകളിൽ കുറിക്കും. അത് ബെക്ഷേമയാണ് പ്രഭു, യൂരിയയുടെ പ്രിയപത്നി ബെക്ഷേമ. യോശാബ്, സൈന്യത്തിന് ഒരു കൽപ്പന എഴുതി അയക്കണം. കൽപ്പിച്ചാലും പ്രഭു. സൈന്യം മടങ്ങി വരുമ്പോൾ സ്വർണ്ണ തളികയിൽ സ്ഫുരിക്കുന്ന ഇവരുടെ തല നേരിക്കായി കൊണ്ടുവരണം. ഇത് കേവലം നാട്ടുകാരന്റെ കളിവാക്കല്ല, ഇസ്രായേൽ മഹാരാജാവിന്റെ കൽപ്പനയാണ്. അങ്ങയുടെ വീരസാഹസത്തെ കുറിച്ച് എഴുതിയ ഇസ്രായേൽ ചരിത്രം ഇസ്രായേൽ മക്കൾക്ക് ഇത് എന്തിന്? ഇത് ഞാൻ ഇല്ല. ഈ മഹനീയ വിശേഷങ്ങൾക്ക് നീ യോഗ്യനല്ല. ഇസ്രായേലിന്റെ കീഴമങ്ങപ്പെട്ട ആട്ടിൻകൂട്ടത്തിലെ ചെന്നായാക്കി മാറ്റുന്നു. പ്രിയപ്പെട്ടവളെ, ഇല്ല, ഇസ്രായേലിനെതിരെ ഞാനൊരു പാപവും ചെയ്തിട്ടില്ല. അങ്ങനെ പറയൂ പ്രഭു. സ്വന്തം ഒരു സൈന്യ സ്ത്രീ ആഗ്രഹിക്കാൻ ഞാനെന്ത് പാപം ചെയ്തു? ഇതുവരെ ഒരു പടയാളി പോലും നഷ്ടപ്പെടാത്ത ഇസ്രായേൽ സൈന്യം സ്വന്തം സഹോദരനെ കൊല്ലാൻ അവരെന്ത് പാപം ചെയ്തു? യോശാബ്, ഞാൻ എന്റെ കൽപ്പനയെ പിൻവലിക്കുന്നു. നീ അറിഞ്ഞില്ലേ? പ്രഭുനാഥ കൽപ്പന പിൻവലിച്ചു. പ്രഭുനാഥ കൽപ്പന പിൻവലിച്ചു. ഇസ്രായേലിന്റെ കോട്ടക്കൊത്തകൾ തറക്കാമെന്ന് നീ കരയുന്നുണ്ടെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ കൂടെ നടന്നവന്റെ തല വെട്ടിയെടുക്കാൻ കൽപ്പിച്ചവന്റെ ശിരസ് ഇപ്പോൾ എന്റെ വലം കയ്യിലിരുന്നനെ. അവന്റെ പേര് ദാവീദ് എന്നല്ലായിരുന്നെങ്കിൽ
പ്രഭു, സൈന്യത്തിന് നഷ്ടമായത് വെറും ഒരു പോരാളിയെ മാത്രമല്ല, അങ്ങനെയുള്ള വിശ്വാസം കൂടിയാണ്. ഇനി നീചമായ കൊട്ടാര സദസ്സിൽ ഞങ്ങൾ ഉണ്ടാവില്ല. അതേ എലിസബത്ത്, യൂരിയെ കൊല്ലാൻ വിധിക്കപ്പെട്ട മഹാപാപി ഞാനാണ്. സ്വന്തം സഹോദരനെ പോലെ കരുതിയവനെ ഈ വാളിനാൽ ഞാൻ വിശ്വാസവഞ്ചന ചെയ്തു. യഹോവേ, അങ്ങയുടെ സന്നിധിയിൽ മാപ്പുണ്ടാവണമേ. ഇനിയൊരു ബലിയർപ്പണം കൂടി ബാക്കിയുണ്ട് ദാവീദ്. ഫിലിസ്ത്യരിൽ നിന്നും ഇസ്രായേലിനെ ചാരമാക്കാൻ വന്നെത്തിയ എന്റെ ഈ തല കൂടി വെട്ടി ഒരു വെള്ളിത്തളികയിലാക്കും. ഇസ്രായേലിന്റെ സകല രഹസ്യങ്ങളും ഞാൻ ഫിലിസ്ത്യർക്ക് ചോർത്തി കൊടുത്തിട്ട് അവർക്ക് നിന്റെ നിഴൽ പോലും ഒന്ന് സ്പർശിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിനക്കൊന്ന് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ നിന്നെ വലയം ചേരുന്ന മനുഷ്യക്കോലകൾ എത്ര വലുതായിരുന്നെന്ന്. പകരം നീ അവർക്ക് വച്ച് നീട്ടിയത് ഒരു വെള്ളിത്തളിക. അവരോടുകൂടിയുള്ള ആരാധനയാണ് എന്റെ ഈ ചരിത്ര ഗ്രന്ഥത്തിന് പ്രേരിപ്പിച്ചത്. നിറവയറുമായി പ്രസവിക്കാൻ കഴിയാത്തൊരു അമ്മയെ പോലെയാണ് ഇപ്പോൾ എന്റെ മനസ്സ്. അഗ്ദാനമായി നൽകിയ ഈ തല അതിപ്പോൾ എനിക്കൊരു അമിത ഭാരമാണ് ദാവീദ്. ഇല്ല, ചരിത്രം പാതി വഴിയിൽ ഉപേക്ഷിച്ചുകൂടാ. വേദനയോടെ അമ്മയെ പ്രസവിക്കുന്ന, വേദനയോടെ കുഞ്ഞിനെ പ്രസവിക്കുന്ന അമ്മയുടെ മനസ്സുമായി ഞാൻ ഇതിനെ പൂർത്തീകരിക്കും. ഇസ്രായേലിന്റെ ചരിത്രകാരൻ യോശാവിത കൽപ്പിക്കുന്നു, ഇനി അടിമത്തത്തിന്റെ നാളുകൾ വൻമരം പോലെ പടർന്നു പന്തലിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ, ഇസ്രായേൽ മണ്ണിൽ ആഴത്തിൽ ഇറങ്ങിയ അടിമത്തത്തിന്റെ വേരുകൾ പിഴുതെറിഞ്ഞ് ഞാനിവിടെ ദേവ